ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഓണസദ്യക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാവയ്ക്ക കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുവാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 ചെറിയ സൈസിലുള്ള പാവയ്ക്കയാണ്. അത് നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 3/4 ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പാവയ്ക്കത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അധികം പുളിയില്ലാത്ത തൈര് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിന് പകരമാണ് തൈര് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. തേങ്ങ നന്നായിട്ട് അരിഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുത്ത് മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കാം. കടുക് അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിന് കൈപ്പരസം ഉണ്ടാകും. നമ്മുടെ അരപ്പ് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പാവയ്ക്ക വറുത്ത് വെച്ചതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അധികം പുളിയില്ലാത്ത കട്ടകൾ ഉടച്ച തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും 1 നുള്ള് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കണം. അതിനായി ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പാവയ്ക്ക കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസിയായി ഓണസദ്യക്ക് തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബായ്.